എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ചാനലാണ് അൽ ഫുഡി സൂരജ് എന്ന് പറയുന്ന ഒരു ചാനൽ കേട്ടോ. അത് ആദ്യമൊന്നും കാണാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, കാരണം ഒരുപാട് ഫുഡ് കഴിക്കുന്നു, ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ഷോപ്പിൻ്റെ പേര് പറയുന്നു. അപ്പോൾ ഒരു സ്പോൺസർഡ് പ്രോഗ്രാം പോലെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനലാണ്. അപ്പോൾ അത്രയ്ക്കും ഫുഡ് കഴിക്കുന്നത് കാണാനെല്ലാം എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമല്ലോ. പക്ഷേ ഈ കുറച്ച് നാളുകളായിട്ട് സൂരജിൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസ് വളരെയധികം ഹൃദയസ്പർശിയും നമ്മുടെ കണ്ണ് നനയിക്കുന്ന വീഡിയോസാണ് വന്നുകൊണ്ടിരുന്നത്. അതിൽ ഏകദേശം 3 മില്യണിലധികം വ്യൂസ് പോയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ഒരു മാമന് ഫുഡ് കൊടുക്കുന്ന, എനിക്കറിയാം ഈ മാമനൊന്നും കഴിച്ചിട്ടുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ മാമന് ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഫുഡിന് പുറമെ സൂരജ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സ്നാക്സ് കഴിക്കുമ്പോൾ ഒരു 100 രൂപ, രണ്ടാമത്തെ സ്നാക്സ് കഴിക്കുമ്പോൾ വീണ്ടും ഒരു 100 രൂപ, അങ്ങനെയുള്ള രീതിയിൽ 100 രൂപ വീതം, അങ്ങനെ ഒരു രീതിയിലാണ് ഇതിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ അടുത്ത കാലത്ത് ഒരു വൃദ്ധസദനത്തിലേക്ക് ഒരു മാമനെ ആക്കുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും ഭയങ്കര എന്ന് വാക്ക് പറയാൻ പറ്റില്ല, പക്ഷെ വളരെയധികം നമ്മൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് കണ്ട ഒരു വീഡിയോ ആയിരുന്നു അത്. കാരണം ആരോരുമില്ലാതെ പത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് പിന്നെ കോട്ടയത്തേക്ക് പോകുന്ന ഒരു വീഡിയോ. അതുപോലെ തന്നെ ഒരുപാട് പ്രായം ചെന്ന ആളുകൾ, അതുപോലെ തന്നെ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയായിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുന്നു, ഫുഡ് കഴിച്ചാൽ അവർക്ക് 100 രൂപ, അങ്ങനെ ആ രീതിയിലാണ് ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സൂരജിൻ്റെ വീഡിയോസ് ഈ അടുത്ത കാലത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. കാരണം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് സൂരജ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അതൊക്കെ കാണുമ്പോൾ. ഈ മാമനെ സഹായിക്കാം എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആ മാമനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പ്രായമായിട്ടുള്ള ആളെ കുറിച്ചാണ് ഇപ്പോൾ ഒരു ആരോപണം വന്നിട്ടുള്ളത്. പക്ഷെ സൂരജ് അതിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ കുറച്ച് ദിവസങ്ങളായി കാണുന്നു, നമ്മൾ സംസാരിക്കാറുണ്ട് ഇല്ലേ എന്നൊക്കെ അതിനകത്ത് സൂരജ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇയാളുടെ ചരിത്രം എന്താണ്, ഇയാളുടെ പശ്ചാത്തലം എന്താണെന്നൊന്നും ചിലപ്പോൾ സൂരജ് അന്വേഷിച്ചിട്ടുണ്ടായിരിക്കില്ല. ഭക്ഷണം കഴിക്കാത്ത ഒരാൾക്ക് അത് കൊടുക്കുക, ഒരു സഹായം കൊടുക്കുക എന്ന് മാത്രമേ സൂരജ് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ്, അതായത് ഈ മാമനെ കുറിച്ചാണ് ഇപ്പോൾ ഒരു ആരോപണം വന്നിട്ടുള്ളത്. ആദ്യം സൂരജിന്റെ ആ ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. വിളിക്കാറില്ല, ഇതുവഴി പോകുമ്പോൾ കാണാറില്ല, സംസാരിക്കാറില്ലേ. അധികം നമുക്ക് കാണിക്കാൻ പറ്റില്ല, നമുക്കറിയാലോ കോപ്പി റൈറ്റിന്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ വരാം. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അധികം കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ന്യൂസ് ലേറ്റസ്റ്റ് മീഡിയ എന്ന് പറയുന്ന ചാനലിനകത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മോശമായിട്ടുള്ള പെരുമാറ്റത്തിന് ഇരയാകേണ്ടി വന്ന ഒരു പെൺകുട്ടി തന്നെയാണ് നേരിട്ട് വന്ന് സംസാരിക്കുന്നത്. ഇയാളെന്ന് പറയുന്നത് ആദ്യം സ്വന്തം മകളെ പീഡിപ്പിച്ചതിന് ശേഷം പിന്നെ കൊച്ചുമോളുടെ അടുത്തേക്കും കൂടി ഇത്തരത്തിലുള്ള ഒരു മോശം പ്രവണത കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തിനെ പുറത്താക്കിയത്. പിന്നെ വീഡിയോയിൽ കാണുന്ന പെൺകുട്ടിയോട് അനാവശ്യമായിട്ട് മോശമായ രീതിയിൽ പെരുമാറുകയും അതോടൊപ്പം തന്നെ തൻ്റെ രഹസ്യഭാഗങ്ങളിൽ തൊട്ട് കളിക്കാം എന്നുള്ള രീതിയിലുള്ള മോശപ്പെട്ട വർത്തമാനങ്ങൾ പറയുകയും ചെയ്തു. പിന്നീട് ആ പെൺകുട്ടിയുടെ അമ്മയുടെ അടുത്ത് ഇത് കാര്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അത് പോസ്കോ കേസാണെങ്കിലും എന്ത് വിധത്തിലുള്ള കേസാണെന്നുണ്ടെങ്കിലും അത് നിയമത്തിൻ്റെ മുന്നിൽ ഇയാളെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അങ്ങനെ അത് നിർഭാഗ്യകരം അല്ലെങ്കിൽ ദൗർഭാഗ്യകരം എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും ആ പെൺകുട്ടി ആ വീഡിയോയിൽ വന്ന് മുഖം കാണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇയാളിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഈ മാമനിൽ നിന്നുണ്ടായിട്ടുണ്ട്, അയാളൊരു നാറിയാണ്, ചെറ്റയാണെന്നൊക്കെ ആ കുട്ടി അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തെരുവിൽ കിടക്കുന്ന എല്ലാ ഈ പറയുന്ന ആരോരുമില്ലാത്തവരും വീട്ടിൽ നിന്ന് പുറത്താക്കിയവരും എന്നൊക്കെ പറഞ്ഞു വരുന്നവർ എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് നമ്മളെ അന്വേഷിക്കാനായിട്ട് സത്യം പറഞ്ഞ് നിൽക്കാറില്ല. ഇരിക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം, അവിടെ കിടക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നു, ഒരു നേരത്തിന് ഫുഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഒരു 10 രൂപ തരുമോ 100 രൂപ തരുമോ എന്നൊക്കെ ചോദിച്ച് വരാറൊക്കെ ഉണ്ട്. അപ്പോൾ പറ്റുന്ന പോലെ നമ്മൾ അത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തെരുവിൽ കിടക്കുന്ന വൃദ്ധന്മാരിലധികം ആരോരുമില്ലാത്തവരൊന്നുമല്ല. ഒന്നല്ലെങ്കിൽ ഗൃഹനാഥൻ എന്ന നിലയിൽ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ശരിയായി നിർവഹിക്കാൻ പറ്റാണ്ട് വിട്ടിറങ്ങി പോന്നിട്ടുള്ളവർ. പിന്നീട് ഈ എന്താ പറയുക, ഭിക്ഷയാഴ്ച കിട്ടുന്ന പൈസ മുഴുവൻ മദ്യപാനത്തിനും അതുപോലെ പുകവലി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവർ, തോന്നിയ പോലെ നടക്കുന്നതിന് വേണ്ടിയിട്ട്. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ വീട്ടിൽ നിന്നൊരു കാരണമില്ലാതെ അല്ലെങ്കിൽ വയസ്സായതിൻ്റെ പേരിൽ പുറത്താക്കിയോ രോഗം വന്നതിൻ്റെ പേരിൽ പുറത്താക്കുക, അങ്ങനെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. ബാക്കി ഭൂരിഭാഗം പേരുകൾ ഇതുപോലെ തന്നെ പ്രശ്നത്തിന്മേൽ വീട് വിട്ട് ഇറങ്ങി വരുന്നവരൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാവരും പുനരുദ്ധരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നല്ലത് ഏതാണ്, കള്ളത്തരം കാണിക്കുന്നവരേതാണ് ഒന്നും ഒരു പിടുത്തം കിട്ടാൻ ഒരു സ്ഥിതിവിശേഷമായിട്ട് മാറിയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ചെറ്റകളെ നമുക്ക് എന്താ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക? തല്ലി ഒരു നിയമം ആളുകളുടെ കയ്യിൽ കൊടുത്തതിന് ചിലപ്പോൾ പട്ടാപകരനെ ചിലപ്പോൾ വല്ല കല്ലെറിഞ്ഞ് പറഞ്ഞ് ചിലപ്പോൾ കൊല്ലും അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. എന്തുകൊണ്ട് വന്നു പലരും ജോലിക്ക് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെ, എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എനിക്കറിയാം സംഭവം. പുള്ളിക്കാരൻ മോളെ റേപ്പ് ചെയ്തു, എന്നിട്ട് കൊച്ചുമോളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്. ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞുതരാം. എല്ലാം നിങ്ങൾ കേട്ടിട്ട് പോയാൽ മതി, എല്ലാം ഉണ്ട്, നിങ്ങൾ കേട്ടിട്ട് പോയാൽ മതി.
എന്ത് പാവാട്ടായിട്ട് നിൽക്കുന്നതെന്ന് നോക്ക്. അവർക്ക് തന്തയുടെ പ്രായമുണ്ട് മോന്. എന്നിട്ട് ഞാൻ പറയുന്നത് എന്നിട്ട് എന്നോട് ഇങ്ങനെ ഒരു ദിവസം മൂത്രം വയ്ക്കുന്ന സ്ഥലത്ത് തൊട്ടോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കളിക്കുക, അതായത് പ്രൈവറ്റ് പാർട്ടിൽ തൊട്ട് കളിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ട് ബാക്കിലോട്ട് വാ, ബാക്കിലോട്ട് നിൽക്കുക, എന്നെ കെട്ടിപ്പിടിക്കണം, എൻ്റെ ബ്രസ്റ്റിൽ ടച്ച് ചെയ്യണം, അങ്ങനെയുള്ള രീതിയിൽ എനിക്ക് കിസ് അറിയാം, കെട്ടിപ്പിടിക്കണം, ഉമ്മ വയ്ക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അന്ന് നോ പറഞ്ഞു. അന്ന് അതൊന്നും നടന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു. അതിന് ശേഷം എന്താ ചെയ്യുന്നത് കുറേ ആളുകൾ ഈ സംഭവം നടന്ന് കുറേ നാൾക്ക് ശേഷം ഞാൻ മമ്മിയോട് പറയുന്നത്. അവർ നമുക്ക് മനസ്സിലാവും ഒരാൾ ഇങ്ങോട്ട് ഡയറക്റ്റ് ചോദിക്കുമ്പോൾ അവർ ഞാൻ കുറച്ച് നാൾക്ക് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മിയാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഐ വാസ് ലൈക്ക് എന്നുള്ള രീതിയിലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വരും. ഇവൻ എന്നോട് ഇങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞുകൂടാ? നിങ്ങൾ തന്നെ പറയാം, എനിക്കത് പറഞ്ഞൂടെ? ഞാൻ സൂരജ് ആ വീഡിയോ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുമെന്നൊന്നും അറിയില്ല. എന്തായാലും 3 മില്യണിനായിട്ട് കൂടുതൽ വ്യൂസ് പോയിട്ടുള്ള ഒരു വീഡിയോ അല്ലേ. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യപ്പെടുമോ എന്നൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കേസിൽ പെട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ ഓപ്പണായിട്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ ഇയാളെ കണ്ടുപിടിച്ച് കേസ് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ പുറത്ത് വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കേസിൽ പെട്ടു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതിൻ്റെ അന്വേഷണമൊക്കെ പുരോഗമിച്ച് അല്ലെങ്കിൽ അത് പ്രൈവറ്റ് ആക്കി ആ വീഡിയോ പ്രൈവറ്റായിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.